നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 21. അങ്ങനെ നമ്മൾ ഈ കലണ്ടർ മാസത്തിലെ 4ാമത്തെ ആഴ്ചയിലേക്ക് എൻ്റർ ആവുകയാണ്. ഈ മാസം നിഫ്റ്റിക്ക് 5 വീക്ക്ലി സീരീസ് ലഭിച്ചപ്പോൾ സെൻസെക്സിനാകെ 4 ആഴ്ചത്തെ സീരീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല, മുഹറത്തോടനുബന്ധിച്ച് വരുന്ന വെള്ളിയാഴ്ച അഥവാ 26-ാം തീയതി ഇന്ത്യൻ മാർക്കറ്റിന് അവധിയാണ്. കൂടാതെ അതുകൊണ്ട് തന്നെ 25-ാം തീയതി വ്യാഴാഴ്ച മാർക്കറ്റിൽ അതിശക്തമായ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഓൾറെഡി സെൻസെക്സിന്റെ മന്ത്ലി എക്സ്പയറി ആയതിനാലും കൂടാതെ വീക്കെൻഡ് വ്യാഴാഴ്ചയോട് കൂടി തുടങ്ങുന്നതിനാൽ തന്നെ ഇനി കഴിഞ്ഞ ആഴ്ചയിലെ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് വേഗത്തിൽ നമുക്ക് ഓടിച്ചു നോക്കിയിട്ട് വരാം. കഴിഞ്ഞ ആഴ്ചയിലും ഇന്ത്യൻ മാർക്കറ്റിന് തുടർച്ചയായി 2ാമത്തെ ആഴ്ചയിലും വീക്ക്ലി ബേസിസിൽ നേട്ടം തുടരുവാനായി കഴിഞ്ഞ വെള്ളിയാഴ്ച ഒഴികെ 19-ാം തീയതി വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ച നേട്ടത്തിന്റെ ഫലമായിട്ട് തുടർച്ചയായ 5 ട്രേഡിംഗ് സെഷന് കൊണ്ട് 5% നേട്ടം നിഫ്റ്റിക്കും സെൻസെക്സിനും കൈവരിക്കുവാനും സാധിച്ചു. എങ്കിലും വെള്ളിയാഴ്ചയുണ്ടായ അതിശക്തമായ പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്നും മറ്റുള്ള കാരണങ്ങൾ മൂലവും ഗ്ലോബൽ മാർക്കറ്റിന് എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനും നേരിടേണ്ടി വന്ന ഇടിവിനെ തുടർന്ന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും നിഫ്റ്റിക്ക് വീക്ക്ലി ബേസിസിൽ 1.65% നേട്ടവും കൈവരിക്കുവാനായി. മാത്രമല്ല 400 പോയിന്റുകൾക്ക് താഴെയുള്ള വളരെ നാരോ റേഞ്ച്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് റേഞ്ചും മാത്രമേ വീക്ക്ലി ബേസിസിൽ നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതുമുള്ളൂ. ഇന്ത്യ വിക്സിൽ 2%-ലേറെ ഉയർച്ച വെള്ളിയാഴ്ച അനുഭവപ്പെട്ടെങ്കിലും കൂടിയിട്ടും വീക്ക്ലി ബേസിസിൽ 11.89% ഇടിവും അനുഭവപ്പെട്ടു. തൽഫലമായി ഫെബ്രുവരി 14 ശേഷം ഏറ്റവും താഴ്ന്ന നിലയിലായിട്ട് വ്യാഴാഴ്ചയോടുകൂടി ഇന്ത്യ വിക്സിന് എത്തിച്ചേരുവാനുമായിരുന്നു. മാത്രമല്ല, നിലവിലും ഇന്ത്യ വിക്സ് അതിന്റെ 4 മാസം ഏറ്റവും താഴ്ന്ന നിലയിൽ തന്നെയായിട്ടാണ് നിലകൊള്ളുന്നതും. ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ പ്രധാനമായും 5 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയും. US-ഇറാൻ ഡീൽ നടക്കുമെന്നുള്ള അതിശക്തമായ ശുഭാപ്തി വിശ്വാസത്തോടെയായിരുന്നു കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് വ്യാപാരം ആരംഭിച്ചതെങ്കിൽ തുടർന്ന് ബുധനാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിൽ ഡിജിറ്റലി MOU സൈൻ ചെയ്തെങ്കിൽ കൂടിയിട്ടും വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വീണ്ടും ഗ്ലോബൽ മാർക്കറ്റിലെ കാര്യങ്ങൾ മാറിമറിയുക തന്നെയുണ്ടായി. അതായത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ലെബനോണിന്റെ മുകളിലുള്ള ആക്രമണം വീണ്ടും ശക്തിപ്പെടുത്തിയതിനെ തുടർന്ന് ഹോർമുസ് കടലെടുക്ക് വീണ്ടും അടയ്ക്കുകയാണെന്നുള്ള പ്രഖ്യാപനം ശനിയാഴ്ച വെളുപ്പിനോടുകൂടി ഇറാന്റെ IRGCയുടെ ഭാഗത്ത് നിന്നും വരികയും ചെയ്തു. എന്നാൽ പിന്നീട് അമേരിക്കയുടെ ഭാഗത്ത് നിന്നും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഷിപ്പിംഗ് ട്രാഫിക് സസൂദം ഹോർമുസ് കടലിലൂടെ തുടരുന്നുണ്ടെന്നുള്ള പ്രഖ്യാപനം ഇതിനുശേഷം വരികയും ചെയ്തു. മറ്റുള്ള തടസ്സങ്ങളൊന്നും കൂടാതെ തന്നെ കപ്പലുകൾ കടന്നു പോകുന്നുണ്ടെന്നുള്ള പ്രസ്താവനയാണ് US നടത്തിയതും. എന്നാൽ ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 60 ദിവസത്തേക്കായിട്ടുള്ള താൽക്കാലിക പീസ് ഡീലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വീണ്ടും വെള്ളത്തിലാകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ടും ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുൻപ് നിശ്ചയിച്ചതുപോലെ തന്നെ ഇന്ന് US-ലെ വൈസ് പ്രസിഡന്റ് JD വാൻസും സംഘവും മധ്യസ്ഥനായ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫും സ്വിറ്റ്സർലാൻഡിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ പ്രതിനിധി സംഘം ഓൾറെഡി സ്വിറ്റ്സർലാൻഡിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നുള്ള സ്ഥിരീകരണം വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തോടുകൂടി തന്നെ വീണ്ടും 60 ദിവസത്തേക്കായിട്ടുള്ള സീസ് ഫയറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കുമെന്നുള്ള റിപ്പോർട്ട്സ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ലോകമാകമാനം നിലവിൽ സ്വിറ്റ്സർലൻഡിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക തന്നെയാണ്. പീസ് ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വരുന്ന ആഴ്ചയിൽ മാർക്കറ്റിനെ ശക്തമായി മുന്നോട്ട് നയിച്ചേക്കാം. ഇനി അതല്ല മറിച്ചൊരു തീരുമാനമാണ് വരുന്നതെങ്കിൽ സാധ്യതകൾ കുറവാണെങ്കിൽ കൂടിയിട്ടും ഒരുപക്ഷെ അത് ഇന്ത്യൻ മാർക്കറ്റിനെ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിലെ ആകമാനം വീണ്ടും താഴേക്കിടുവാൻ കാരണമാവുകയും ചെയ്യും. ആയതിനാൽ തന്നെ ഇന്ന് സ്വിറ്റ്സർലൻഡിൽ നടക്കാനിരിക്കുന്ന സമാധാന ചർച്ചകൾ തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെയും ഗതിയെ വരാൻ പോകുന്ന ആഴ്ചയിൽ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം എണ്ണയുടെ വിലയിൽ തീപിടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. കാരണം ഹോർമോസുമായി ബന്ധപ്പെട്ടുള്ള നെഗറ്റീവ് ന്യൂസ് സ്പ്രെഡ് ആയതിനെ തുടർന്ന് എണ്ണയുടെ വില കുതിച്ചുയരുവാനും കാരണമായി തന്നെ മാറി. ഇതിനെ തുടർന്ന് ബ്രെന്റ് ക്രൂഡിന്റെ വില 86.71 ക്രൂഡ് ഓയിലിന്റെ വില 84.29 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ആയതിനാൽ തന്നെ മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ സ്വിറ്റ്സർലാൻഡ് വെച്ച് നടക്കുന്ന സമാധാന ചർച്ചകൾക്ക് ഇന്ന് പോസിറ്റീവായിട്ടുള്ളൊരു സമാപ്തിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എണ്ണയുടെ വിലയിൽ പൂർവ്വസ്ഥിതിയിലേക്ക് നയിക്കുവാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നതും. ഇനി മറിച്ചാണ്
തുടരുകയാണെങ്കിൽ വീണ്ടും അത് എണ്ണയുടെ വില $100 മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചയോടുകൂടി യുഎസിൽ നിന്നും അസെഞ്ചറിന്റെ ഗ്രോത്ത് ഫോർകാസ്റ്റ് വെട്ടിക്കുറച്ചുകൊണ്ട് 3% മുതൽ 5% നിന്നും 3% മുതൽ 4% വെട്ടിക്കുറച്ചതിന്റെ ഫലമായിട്ട് സ്റ്റോക്കില് ശക്തമായ ഇടിവ് നേരിട്ടു. ഇതിനെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ എന്ന പോലെ തന്നെ ഇന്ത്യൻ IT മേഖലയ്ക്കും വ്യാഴം വെള്ളി ട്രേഡിംഗ് സെഷനുകളിൽ ശക്തമായ ഇടിവാണ് നേരിടേണ്ടതായിട്ടും വന്നത്. വെള്ളിയാഴ്ച എസ്പെഷ്യലി നിഫ്റ്റി ITയിലൊക്കെ ശക്തമായ ഇടിവും പ്രകടമായിരുന്നു. 3.65% ഇടിവാണ് സിംഗിൾ ഡേയിൽ വെള്ളിയാഴ്ച നിഫ്റ്റി ITക്ക് നേരിടേണ്ടതായിട്ടും വന്നത് 1039 പോയിന്റുകളുടെ. തൽഫലമായി 52 വീക്ക് ലോയുടെ തൊട്ടടുത്തേക്കായിട്ട് നിഫ്റ്റി ITക്ക് എത്തിച്ചേരേണ്ടതായിട്ടും വന്നു. മാത്രമല്ല വെള്ളിയാഴ്ച ഇൻഫോസിസിന് 7%-അടുത്തും LNT മൈൻട്രിക്ക് 4%-ലേറെയും TCSന് 3.5%-ലേറെയും ഇടിവ് നേരിടേണ്ടതായിട്ടും വന്നു. അതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഗ്ലോബൽ മാർക്കറ്റില് IT മേഖലയ്ക്ക് വീണ്ടും കരുത്തർജിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ IT മേഖലയ്ക്കും കരുത്ത് പകരുകയും ചെയ്യാം. ഇനി മറിച്ചാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനെയും സാരമായ രീതിയിൽ തന്നെ പുറകോട്ട് വലിക്കുവാനും കാരണമാവും. കഴിഞ്ഞ ആഴ്ചയിൽ തുടർച്ചയായി ഇന്ത്യൻ മാർക്കറ്റിന് ശക്തി ആർജിക്കുവാൻ സാധിച്ചു എന്നതുപോലെ തന്നെ RBIയുടെ ഭാഗത്ത് നിന്നും 10 ദിവസങ്ങൾക്ക് മുന്നേ വന്ന പുതിയ നടപടികളെ തുടർന്ന് എസ്പെഷ്യലി $ഡോളറിന്റെ ഇന്ത്യയിലേക്കുള്ള നിക്ഷേപങ്ങളെ ആകർഷിക്കുവാനുള്ള പലിശ നിരക്ക് ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം വന്നതിന്റെ ഫലമായിട്ട് ഒരാഴ്ച കൊണ്ട് ഇന്ത്യൻ രൂപയ്ക്ക് അതിന്റെ 11 ആഴ്ചയിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും സാധിച്ചതിന്റെ ഫലമായിട്ട് വെസ്റ്റേഷൻ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ആദ്യമായിട്ട് 94.21 എന്ന ലെവലിലേക്ക് എത്തിച്ചേരുവാനും സാധിച്ചു. മാത്രമല്ല തുടർച്ചയായ അവസാന 5 ആഴ്ചയിലും വീക്ക്ലി ബേസിസിൽ ഇന്ത്യൻ രൂപയ്ക്ക് നേട്ടം നിലനിർത്തുവാനുമായി വെള്ളിയാഴ്ച നേരെ ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും $ഡോളറിനെതിരെ കാരണം മാർക്കറ്റിൽ ഉണ്ടായ ശക്തമായ ഇടിവിന്റെ ഫലമായിട്ടും എണ്ണയുടെ വിലയിലുണ്ടായ അതിശക്തമായ ഉയർച്ചയുടെ ഫലമായിട്ടും 94.32 എന്ന ലെവലിലായിട്ട് $ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചിരുന്നു. മാത്രമല്ല RBIയുടെ പുതിയ നടപടിയെ തുടർന്ന് അത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഒത്തിരിയേറെ കാലങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റില് വീക്ക്ലി ബേസിസിൽ നെറ്റ് ബയേഴ്സ് ആയിട്ട് മാറി. അതായത് കഴിഞ്ഞ തിങ്കൾ ബുധൻ വെള്ളി ദിനങ്ങളില് അവർ ബൈയിങ് നടത്തി. തിങ്കൾ ബുധൻ ദിനങ്ങളില് നേരിയ എമൗണ്ടിനാണെങ്കിൽ കൂടിയിട്ടും വെള്ളിയാഴ്ച അവർ ശക്തമായ ബൈയിങ് നടത്തിയതിന്റെ ഫലമായിട്ട് വീക്ക്ലി ബേസിസിൽ 3400 കോടി രൂപയ്ക്ക് അവർ നെറ്റ് ബയേഴ്സ് ആയിട്ട് മാറുകയും ചെയ്തു. ഒത്തിരിയേറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും വീക്ക്ലി ബേസിസിലാണെങ്കിൽ കൂടിയിട്ടും നെറ്റ് ബൈ ചെറിയ തുകയ്ക്കാണെങ്കിൽ കൂടിയിട്ടും വരികയും ചെയ്തത്. എന്നാൽ അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും 7100 കോടി രൂപയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക്ലി ബേസിസിൽ നെറ്റ് ബൈയിങ് നടത്തുകയും ചെയ്യുകയും ചെയ്തു. അതിനാൽ തന്നെ ഇന്ത്യൻ രൂപയ്ക്ക് നേട്ടം തുടരുവാനാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനും നേട്ടം തുടരുവാൻ സഹായിക്കുന്നതിൽ ഇന്ത്യൻ രൂപയ്ക്ക് പ്രധാന പങ്ക് വഹിക്കുവാനും സാധിക്കും. ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഡേറ്റകളുടെ ഒന്നും റിലീസ് കാര്യമായി തന്നെയില്ല ഡൊമസ്റ്റിക്കലിയോ അല്ലെങ്കിൽ ഗ്ലോബലിയോ. ഇനി വരാൻ പോകുന്ന ആഴ്ചയിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലുള്ള ഗ്രിപ്പ് നഷ്ടപ്പെടുകയാണെങ്കിൽ 23,850, 23,800 എന്നീ ലെവലുകൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-day EMA നിലകൊള്ളുന്നതും. മാത്രമല്ല ഈ കഴിഞ്ഞ ആഴ്ചയിലെ ശക്തമായ റാലിയുടെ 50% ഫിബനാച്ചി റീട്രേസ്മെന്റ് ലെവലും ഈ ലെവലിലായിട്ടാണ് നിലനിൽക്കുന്നതും. അതിനാൽ തന്നെ 23,800 എന്ന ലെവലും നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് അടുത്ത സൈക്കോളജിക്കൽ സപ്പോർട്ട് ലെവലായ 23,500 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് അതിപ്രധാനവുമാണ്. ഈ ലെവലും നിഫ്റ്റി ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പീസ് ഡീലുമായി സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യമായ നെഗറ്റീവ് ന്യൂസ് വരികയോ അല്ലെങ്കിൽ ഹോർമൂസ് വീണ്ടും അടച്ചുപൂട്ടപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷേ ഡൗൺ സൈഡിലേക്ക് 23,100, 23,000 എന്ന സൈക്കോളജിക്കൽ ലെവലുകളും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വീക്ക്ലി ബേസിസിൽ വളരെ ക്രൂഷ്യൽ ആണ് താനും. കാരണം ഈ ലെവലുകളായിരുന്നു ഏകദേശം ഒരു മാസത്തേറെ കാലമായി ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിക്ക് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് മാറുകയും ചെയ്തിരുന്നത്. എന്നാൽ അതേസമയം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 24,150, 24,200 എന്നീ ലെവലുകൾ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലുകൾക്ക് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ലെവലിൽ ഒരുപക്ഷെ നിഫ്റ്റിക്ക് ശക്തമായ റെസിസ്റ്റൻസും നേരിട്ടേക്കാം. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 100-day EMA നിലകൊള്ളുന്നതും. ആയതിനാൽ തന്നെ 24,200 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 24,500, പിന്നീട് 24,800
തൊണ്ണൂറ് എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. അതേസമയം മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരികയാണെങ്കിൽ ഒരു പക്ഷേ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നേയുള്ള നിഫ്റ്റിയുടെ ലെവലായ 25,170 എന്ന ലെവലിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള ചാൻസുകൾ കുറവാണെങ്കിൽ കൂടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ആയതിനാൽ തന്നെ ഈ പറഞ്ഞ ഘടകങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയും. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ $4 ബില്യൺ IPOയ്ക്കായി ജിയോ പ്ലാറ്റ്ഫോം വെള്ളിയാഴ്ച സെബിക്ക് ഡ്രാഫ്റ്റ് റെഡ് ഹയറിംഗ് പ്രോസ്പെക്ട്സ് ഫയൽ ചെയ്തതായിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. യാത്ര ഓൺലൈൻ ഇക്സിക്കോ 15 മുതൽ 20% വരെ ഓഹരികൾ സ്റ്റോക്കിൽ വാങ്ങിയേക്കാമെന്നുള്ള റിപ്പോർട്ട്സ് CNBC ആവാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൺഫാർമ ഇൻവോകെയർ ലൈഫ് സയൻസിന്റെ 100% വരുന്ന ഓഹരികൾ 271 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കുവാൻ കമ്പനി പദ്ധതിയിടുന്നു. സ്പൈസ് ജെറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീമിന്റെ ആദ്യ ഗഡുവായ 150 കോടി രൂപ കമ്പനിക്ക് ലഭിച്ചു. നോളജ് മറയൻ 66.11 കോടി രൂപയ്ക്ക് 10 ഹൈബ്രിഡ് ഇലക്ട്രിക് പാസഞ്ചർ ഫെറികളുടെ ഓർഡർ കമ്പനിക്ക് ഉൾനാടൻ ജലപാത അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചു. ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് ഒഡീഷ പവർ ട്രാൻസ്മിഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്ന് 11.65 കോടി രൂപയുടെ ഓർഡർ 2 കരാറുകളിൽ നിന്നായിട്ട് കമ്പനിക്ക് ലഭിച്ചു. PTC ഇൻഡസ്ട്രീസ് മൂലധന സമാഹരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും അംഗീകരിക്കുന്നതിനുമായിട്ട് 2026 ജൂൺ 27 അതായത് വരുന്ന ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെ കമ്പനിയുടെ ബോർഡ് യോഗം ചേരും. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.